താൻ പിടിച്ചെടുത്ത തൻ്റെ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് കാഴ്ചവെച്ച് ശ്രീ പത്മനാഭദാസനായി നാടുവാണിരുന്ന മഹാവ്യക്തിയായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ അതിന് നേർവിപരീതത്തിലായിരുന്നു. തങ്ങളുടെ രാജ്യം മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് കാഴ്ചവെച്ച് അവരുടെ ദാസന്മാരായിട്ട് നാടുവാഴാൻ അവർ നിർബന്ധിതരായി. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായി നടന്ന ഒരു യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടതോടുകൂടി മൈസൂർ സിംഹാസനത്തിന് കീഴിലായിരുന്ന മലബാർ പ്രദേശം മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൻ്റെ കീഴിലായി. 1795 തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും തമ്മിൽ നിലവിൽ വന്ന ഒരു സന്ധി വ്യവസ്ഥ പ്രകാരം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. അങ്ങനെ അധികം വൈകാതെ തിരുവിതാംകൂറിലെ പട്ടാളക്കാർക്കിടയിൽ 1805 കൊച്ചി തിരുവിതാംകൂറിനും ഇടയിൽ 1809 പട്ടാളക്കാർക്കിടയിൽ ഒരു ലഹളയുണ്ടായി. എന്നാൽ ഈ ഒരു ലഹള കാരണം ബ്രിട്ടീഷുകാർ അനുവദിച്ചു കൊടുത്ത ആ ഒരു സ്വതന്ത്ര രാജ്യം എന്ന പദവി അവർ റദ്ദ് ചെയ്യപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് വഴങ്ങാൻ കൂട്ടാക്കാത്ത കോട്ടയത്തെ കേരളവർമ്മ പഴശ്ശിരാജയും തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവയും കൊച്ചിയിലെ പാലിയത്തച്ഛനുമൊക്കെ ബ്രിട്ടീഷുകാരോട് പടപുരുതി. എന്നാൽ ഈ ഒരു ലഹളയെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതോടുകൂടിയിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കാമെന്ന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഭരണാധികാരികളെത്തി. അങ്ങനെ 1815 ആയപ്പോഴേക്കും കേരളം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൻ്റെ കീഴിലായി മാറി.